പരിശുദ്ധ ഖുർആൻ വ്യക്തമായി സത്യം ചെയ്തുകൊണ്ട് നമ്മളോട് പറയുന്നു, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ, ലോകത്തുള്ള മനുഷ്യർ മുഴുവനും പരാജയത്തിലാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും പരാജിതരാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, രാജാവായ അല്ലാഹുവിനെ സ്നേഹിച്ച് അവന്റെ തൃപ്തി ആഗ്രഹിച്ച് ജീവിച്ച് സൽക്കർമ്മം ചെയ്യുന്ന സ്വാലിഹീങ്ങൾ ഒഴികെ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി ലോകത്ത് ജീവിക്കുന്ന സമയത്ത് പാരത്രിക ലോകത്തേക്ക് സമ്പാദിക്കണമെന്ന് ചിന്തിച്ചവനാണ് വിജയിച്ചവർ. ഈ ലോകം എനിക്കെന്നും നിലനിൽക്കുന്ന ലോകമല്ല, എനിക്ക് മുസ്ലിമാകുന്ന എന്റെ വിശ്വാസപ്രകാരം എനിക്ക് ഒരു നീണ്ട കാലത്തെ ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിലേക്കാണ് ഈ ദുനിയാവിൽ വെച്ച് ഞാൻ സമ്പാദിക്കേണ്ടത് എന്ന് ചിന്തിച്ചവൻ, ആ പാരത്രിക ലോകത്തിലേക്ക് സമ്പാദിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ സമയം ചെലവഴിക്കേണ്ടത് എന്ന് ആലോചിച്ചവൻ, ഇല്ലല്ലദീന ആമനു, ഹബീബായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അല്ലാഹുവിൽ വിശ്വസിച്ച്, ആ ഹബീബിൽ വിശ്വസിച്ച്, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവർ ഒഴികെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പരാജയത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു അത്തരം സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാർ, ആ മഹാന്മാര് മുഴുവനും ആ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്, ആ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് അവരുടെ ജീവിതം മുഴുവനും അവർ സമർപ്പിച്ചിട്ടുള്ളത്. താഴ്ന്ന ദുനിയാവിനെ സ്നേഹിക്കാതെ, താഴ്ന്ന ദുനിയാവിൽ സമ്പാദിക്കുന്നതിന് പകരം റബ്ബിന്റെ പാരത്രിക ലോകത്തേക്ക് എനിക്കുണ്ടാക്കണമെന്ന് ചിന്തിച്ചവൻ, അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. ആ വലിയ മഹാന്റെ വഅദ് കേട്ട് എന്നെപ്പോലെ വഅദ് പറയുന്ന ആളല്ല, ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ മുഴുവനും ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത്, പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പകർത്തി ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് സമുദായത്തെ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ പാത എന്താണെന്ന് പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം നീണ്ട വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീണ്ട വഅദിന്റെ ഇടയിൽ പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തോതി സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ വെച്ച് ബഹുമാനപ്പെട്ടവരുടെ വഅദ് കേൾക്കുന്ന ശഅവാനത്ത് എന്ന് പറയുന്ന പെണ്ണ്, ലോകത്തിൽ ഒരുപാട് തമ്മാടിത്തരങ്ങൾ സമ്മാനിച്ച, ഒരുപാട് തമ്മാടിത്തരങ്ങൾക്ക് നേതൃത്വം നൽകിയ ശഅവാനത്ത് എന്ന് പറയുന്ന പെണ്ണ് ദൂരെ വെച്ച് എന്തോ ശബ്ദം കേട്ടപ്പോൾ
അനുയായികളോട് പറഞ്ഞു, എന്തോ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, എന്താണെന്ന് അന്വേഷിച്ചു നോക്കണം, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹുവിന്റെ വഅദ് കേട്ട് ഈ പെണ്ണ് തന്റെ കൂട്ടത്തിലുള്ള ഒരാളെ അയക്കുന്നു. എന്തിന്? എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ. കുറെ സമയമായിട്ടും പോയ ആള് തിരിച്ചു വരുന്നില്ല. കാരണം ബഹുമാനപ്പെട്ടവർ നല്ല സുന്ദരമായ വഅദ് പറയുകയാണ്. കേട്ടപ്പോൾ പോയ ആൾ അവിടെ വെച്ച് വഅദ് കേട്ടുപോയി. വീണ്ടും ആളെ അയച്ചു, തിരിച്ചു വരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയാത്ത ഈ സ്ത്രീയും ഒരുപാട് ആളുകളും ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ആ സദസ്സിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു നീണ്ട വഅദിലാണ്, വലിയ ഉപദേശത്തിലാണ്. ജനങ്ങൾക്ക് ഭയാനകരമായ നരകത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ നരകത്തിലെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത്? അതേ, ഇന്ന ശജറത സഖൂം തആമുൽ ലസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൽ കഗലിൽ ഹമീം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓ മനുഷ്യ, ദുനിയാവിന്റെ താഴ്ന്ന ജീവിതം കണ്ടപ്പോ, ദുനിയാവിലെ താഴ്ന്ന ആഡംബരം കണ്ടപ്പോ, ദുനിയാവിലെ താഴ്ന്ന സമ്പത്ത് കണ്ടപ്പോ, ജനങ്ങൾക്കിടയിൽ ഒരുപാട് സ്ഥാനമാനം കണ്ടപ്പോ, ജനങ്ങളൊക്കെ പണം കണ്ടിട്ട് നിന്നെ ബഹുമാനിക്കുന്നത് കണ്ടപ്പോ, ജനങ്ങളൊക്കെ നിന്നെ ആദരിക്കുന്നത് കണ്ടപ്പോ, ഒരുപാട് തൊഴിലാളികൾ വന്ന് നിന്റെ മുമ്പിൽ തലകുനിക്കുന്നത് കണ്ടപ്പോൾ നീ ധരിച്ചുവോ നിന്റെ ജീവിതം ഈ ദുനിയാവിലേക്ക് ഒതുങ്ങുന്നതാണെന്ന്? ഈ ദുനിയാവിലേക്ക് മാത്രമാണ് നിന്റെ ജീവിതമെന്ന് നീ ധരിച്ചോ? ഇല്ല മോനെ, റബ്ബിന്റെ പാരത്രിക ലോകത്ത് ഭയാനകരമായൊരു നരകമെന്ന് പറയുന്നൊരു വീട് വരാനുണ്ട്. ആ നരകത്തെക്കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടോ? ആ നരകത്തെക്കുറിച്ച് നീ പഠിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു ആ നരകത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് വഅദ് പറയുകയാണ്. നിന്റെ ദുനിയാവിലെ താഴ്ന്ന ജീവിതം, ആ ജീവിതം കണ്ട് നീ പെട്ടുപോകണ്ട. റബ്ബ് ധാരാളം പണം തന്നു എന്ന് മനസ്സിലാക്കി ആ പണം നീ ധൂർത്തടിക്കണ്ട. വേണ്ടാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചെലവഴിച്ച് നിന്റെ ആഖിബത്ത് നഷ്ടപ്പെടുത്തണ്ട. പകരം റബ്ബിന്റെ പാരത്രികമായ ലോകത്ത്, ആ പാരത്രിക ലോകത്ത് സ്വർഗമെന്ന് പറയുന്നൊരു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് നീ സമ്പാദിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ മടക്കപ്പെടുന്ന ഖബറെന്ന് പറയുന്നൊരു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് നീ സമ്പാദിക്കേണ്ടത്. ആ ഖബറിലേക്കാണ് നീ സമ്പാദിക്കേണ്ടത്. അന്ന തന്ന പണം മുഴുവനും ദൂർത്തടിച്ച്, അന്ന തന്ന പണം മുഴുവനും അതേ ദൂർത്തടിച്ച് ദുനിയാവിലെ താഴ്ന്ന ജീവിതം ഒന്നാഡംബരമായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം മനുഷ്യ, റബ്ബിന്റെ പാരത്രിക ലോകത്തുള്ള നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് ആ സ്വർഗത്തിലേക്കൊന്ന് കടക്കാൻ നീ ശ്രമിക്കണം. അതിന് രാജാവായ റബ്ബ് മുഅ്മിനീങ്ങളാകുന്ന ജനങ്ങൾക്ക്, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവർക്കാണ്. അവൻ വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ വെടിഞ്ഞവനിക്കാണ് റബ്ബിന്റെ പാരത്രിക ലോകത്തെ വിജയം, ആ ഖബറെന്ന് പറയുന്ന ലോകത്തിലെ വിജയം, അതുപോലെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അവസരം. അതേ സ്ഥാനത്ത് അല്ലാഹ് ധാരാളം പണം നൽകിയപ്പോ
നീ ആദ്യകാലത്തൊക്കെ പണമില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. അതേ അല്പകാലം ഗൾഫിൽ പോയി നിന്നപ്പോ അള്ളാഹു നിനക്ക് ധാരാളം നിയമത്തങ്ങ് ചൊരിഞ്ഞു തന്നു. അല്ല നിന്റെ ബിസിനസ്സിലങ്ങ് ബറക്കത്ത് ചെയ്തു. നിനക്ക് ഒരുപാട് ബറക്കത്തങ്ങ് ചൊരിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, രാജാവായ റബ്ബിനെ നീ മറന്നുപോയി. ആ പണത്തിന്റെ മുമ്പിൽ നീ തലതാഴ്ത്തിപ്പോയി. ആ പണത്തിന്റെ മുമ്പിൽ നീ ദുനിയാവിനെ സ്നേഹിച്ച് അല്ലാഹുവിനെ മറന്നുപോയി. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, അതേ മുഅ്മിനീങ്ങൾക്ക് ലോകം അതേ അത് ജയിലറയാണ് എന്ന് പറഞ്ഞാൽ അവനെ ജയിലിൽ അടച്ചിട്ടു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവനിക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോ